ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി മാസ്ക് ആണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ നല്ല ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളെ സ്കിൻ ഭയങ്കര ഗ്ലോസി ആയിട്ടിരിക്കും, ഭയങ്കര ഗ്ലോ ആയിരിക്കണം എന്നൊക്കെ നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. അതും വളരെ നാച്ചുറലായിട്ടും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ വെച്ചിട്ട് എന്നാൽ നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ അത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ഇപ്പോഴും അറിയില്ല പ്രോപ്പറായിട്ട് എന്താണ് നമ്മൾ സ്കിന്നിന് കൊടുക്കേണ്ടതെന്നുള്ളത് അറിയാത്തത് കൊണ്ട് നമ്മൾ പല പ്രൊഡക്റ്റുകളും ഒരുപാട് പൈസ കൊടുത്ത് ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ മേടിക്കാറുണ്ട്. സോ ഞാൻ എപ്പോഴും നാച്ചുറലായിട്ട് പറയുമ്പോൾ എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും പറയാറ്. അപ്പോൾ ഇവിടെ ഇന്നും അതുപോലെ തന്നെയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മാസ്ക് എന്ന് പറയുമ്പോൾ. നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സ്കിന്നിൽ ടാൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിൽ ഏറ്റവും എനിക്ക് പറയാനുള്ളത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുന്നുള്ളതാണ്. നല്ലപോലെ സ്കിൻ നല്ല ഗ്ലോ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആഴ്ചയിൽ 3 പ്രാവശ്യം നമുക്കിത് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും തന്നെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. താല്പര്യമുള്ളവർ, അതായത് സ്കിൻ ഭയങ്കര ഗ്ലോ ആവണം, അതും നാച്ചുറലായിട്ടുള്ള ഒരു ഗ്ലോ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു മാസ്കാണ്. ഞാൻ അതിന് മുമ്പായിട്ട് എന്തൊക്കെ നമ്മൾ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ടാലും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മുടെ സ്കിൻ കെയർ നമ്മൾ പ്രോപ്പർ ആക്കണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യാതെ ബാക്കി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. തീർച്ചയായിട്ടും സ്കിൻ കെയർ ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ എന്നുള്ളത് നമ്മൾ ആദ്യം നമ്മൾ റെഡിയാക്കണം. അത് നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രാവിലെയും വൈകിട്ടും CTM എന്നുള്ള പ്രൊസീജിയർ തീർച്ചയായിട്ടും ചെയ്യണം. അത് മാത്രമല്ല മോയ്സ്ചറൈസറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. ചില ആൾക്കാർ പറയും ഇതുവരെ ഞാൻ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ സ്കിന്നിന് നല്ലതൊന്നുമല്ല. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സ്കിന്ന് സെൽസ് എല്ലാം തന്നെ ഡാമേജ് ആവുന്നുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഏജ് ആവും. അപ്പോൾ നമ്മളത് ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര നല്ലതാണ് എന്ന് പറയാൻ പറ്റില്ല. സോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ട്രൈ ചെയ്യുക. സ്കിന്നിന് ഒരുപാട് മാറ്റം ഉണ്ടാകും. സ്കിന്നിന് എപ്പോഴും നല്ലതുപോലെ മോയ്സ്ചർ ചെയ്ത് വെക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും ബേസാണ്. അതായത് നമ്മളൊരു ചെടി വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചാലേ നന്നായി വരുള്ളൂ. അതുപോലെ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആവശ്യമുള്ളത് ഈർപ്പമാണ്. അപ്പോൾ ഈർപ്പം, നനവ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ മോർണിംഗും ഈവനിങ്ങും 2 നേരവും നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ മറന്നു പോകരുത്. അത് നിർബന്ധമായിട്ട് ചെയ്യുക. ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ അത് കാണുന്ന എല്ലാവർക്കും ഇത് കേട്ട് ഇപ്പോൾ ശീലമായിട്ടുണ്ടാവും. സോ ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും നമുക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും. അപ്പോൾ ഈ ഗ്ലോയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. നമുക്ക് ഒരുപാട് പേര് എൻ്റെ അടുത്ത് സെൽഫ് മേക്കപ്പിൻ്റെ ക്ലാസ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച 22 ഡിസംബറിന് ഉച്ചയ്ക്ക് ശേഷം ഓൺലൈനിലൂടെ ഞാൻ സെൽഫായിട്ട് ഗ്ലാസ് മേക്കപ്പ് ഞാൻ ചെയ്ത് കാണിക്കുവാണ്. നമുക്കറിയാം കുറേ ഇനിയിപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ വരുവാണ്, കുറേ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വേണം. നല്ല അടിപൊളിയായിട്ട് ഞാൻ ഒരുങ്ങിയെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. കാരണം ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് 1000 റുപ്പീസിൻ്റെ താഴെ വരുന്ന പ്രൊഡക്റ്റുകൾ വെച്ചുകൊണ്ട് പ്രീമിയം രീതിയിലാണ് ഞാൻ ഈ ഒരു മെക്യൂർ ചെയ്തത്. അതും വളരെ നാച്ചുറലായിട്ട്. ഇപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ നല്ല ഗ്ലോ ആയിട്ട് നല്ലൊരു ഗ്ലാസ് ഫിനിഷിങ്ങിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ. ചെറിയൊരു ഫീസേ ഉള്ളൂ, വെറും 350 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ അത് നമുക്കൊരുപാട് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറ്റ് എ ടൈം കയറാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ റെക്കോർഡഡ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. കൂടാതെ നോട്ട്സും ഉണ്ട് കേട്ടോ. കാരണം എല്ലാ പ്രൊഡക്ട്സ് നോളേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നോട്ട്സും തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വീണ്ടും കണ്ട് മനസ്സിലാക്കാനുള്ള വീഡിയോസും നോട്ട്സൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കും നല്ല രീതിയിൽ ചിലവർക്ക് ഇപ്പോഴും മേക്കപ്പ് പ്രൊഡക്റ്റുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഞാൻ ചെയ്തത് ശരിയാണോ, എനിക്ക് ലിപ്സ്റ്റിക്ക് സ്യൂട്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഐബ്രോ ചെയ്തത് ശരിയാണോ, ലൈനർ അപ്ലൈ ചെയ്തത് ശരിയാണോ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ഇടേണ്ടത്, ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പ് നമ്മളുടെ സ്കിന്നെ എങ്ങനെ പ്രെപ്പ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യേണ്ടത്, ഇതൊന്നും
അതൊന്നും അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ക്ലാസ് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനിൽ അറ്റ് എ ടൈം കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സും തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ആരും തന്നെ മിസ് ചെയ്യേണ്ട. ഈ ക്ലാസ് എല്ലാവരും തന്നെ ആവശ്യമുള്ളവർ, നമുക്ക് നന്നായിട്ടൊരു എന്താ പറയുക അടിപൊളിയായിട്ട് ഒരുങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ പാക്കിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് അതിലേക്കായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് അലോവേരയാണ്. സോ അലോവേര നമ്മൾ ഒരു സ്പൂൺ ഇതുപോലെ ഇങ്ങനെ എടുക്കാം. ഓക്കെ, അത്രയും തന്നെ നമുക്ക് എന്തെടുക്കാം, ഹണി എടുക്കാവേ. ഹണി സെയിം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു സ്പൂൺ തന്നെയാണ് ഹണി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് റോസ് വാട്ടറാണ് ഞാൻ കൊടുക്കുന്നത്. നമുക്ക് അതായത് ഒരു അര സ്പൂൺ അല്ലെങ്കിൽ ഒരു 3-4 ഡ്രോപ്പ്, ചിലവർക്ക് ഓക്കെ ആവില്ല, അപ്പോൾ 3-4 ഡ്രോപ്പ് എടുക്കാം. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്യാം. ഞാനിത് ഗ്ലോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ലൈം ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ലൈം ജ്യൂസ് വേണ്ടവർക്ക് 2 ലൈം കൊടുക്കുമ്പോൾ എപ്പോഴും 2 or 3 ഡ്രോപ്സ് മാത്രം എടുത്താൽ മതി, ഒത്തിരി വേണ്ട. അതും കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അത് വൈറ്റമിൻ സി ആണ്, സോ നമുക്കത് എടുക്കുന്നത് കൊണ്ട് നല്ലതാണ്, പക്ഷേ ഒത്തിരി വേണ്ട. നമുക്കിപ്പോൾ ഞാനിതിനകത്ത് ലൈം ചേർത്തിട്ടില്ല, ഹണിയും അതുപോലെ തന്നെ അലോവേര ആൻഡ് റോസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം ഇതിന് എത്ര മാത്രം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. വെറുതെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ. കാരണം ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഗുണം, ആരും തന്നെ മടി കാണിക്കില്ല. ഒരുപാട് സംഭവങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി ഇതില്ല അത് മേടിക്കണം, അല്ലെങ്കിൽ മറ്റേത് അതൊക്കെ ഭയങ്കര എല്ലാവർക്കും ഇപ്പോൾ മടിയാണല്ലോ. പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്ന എന്തെങ്കിലും ആണെങ്കിൽ നമ്മളെല്ലാം ചെയ്യാൻ റെഡിയാണ്. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മടിയാണ്, നമ്മളത് പിന്നെ ചെയ്യില്ല. ഒരു പ്രാവശ്യം ചെയ്യും, പിന്നെ അത് അവിടെ ഇടും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഒരു മടിയും കൂടാതെ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഭയങ്കര റിസൾട്ടും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. സോ ഇത് എനിക്ക് ഡ്രൈ സ്കിന്നുകാർക്കും നല്ല റിസൾട്ടായിരിക്കും കേട്ടോ. കാരണം സ്കിന്നിൽ നല്ലപോലെ മോയ്സ്ചർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അവർക്കും നല്ല റിസൾട്ടായിരിക്കും. സോ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും നമ്മുടെ അപ്ലിക്കേഷൻ ഇങ്ങനെ വേണം. അതായത് നമ്മളുടെ എന്താ പറയുക, പാക്കൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിനനുസരിച്ച് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ഞാൻ മോയ്സ്ചറൈസറുടെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടോ, ഒരിക്കലും അങ്ങനെയല്ല. ജസ്റ്റ് നമ്മൾ ഈ ഒരു രീതിയിൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോർഹെഡിൻ്റെ 2 ഭാഗത്തായിട്ട് വേണം, നമ്മൾ ഇങ്ങനെ വേണം, ഹെയർ റൂട്ടിനനുസരിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇവിടെ നിന്ന് താഴേക്കായിരിക്കണം നമ്മൾ ഇടേണ്ടത് കേട്ടോ ഫേസിൻ്റെ. കാരണം നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് താഴേക്കാണ്, നമ്മളിങ്ങനെയായിരിക്കും നമ്മുടെ പാക്ക് വരേണ്ടത്. ഐ മാത്രം വിട്ടിട്ട് ബാക്കി എല്ലാ ഏരിയയിലും നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് വരെ വയ്ക്കാവുന്നതാണ്. 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. മനസ്സിലായോ? കാരണം നമുക്ക് ഒരു ദിവസം ചെയ്തത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇത് ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നിങ്ങളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 അല്ല 3 പ്രാവശ്യം എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അലോവേര, കുറച്ച് ഹണി, കുറച്ച് റോസ് വാട്ടർ, ഇത്രയൊക്കെ വരുന്നുള്ളൂ. നമുക്ക് ആഴ്ചയിൽ 3 ദിവസം ചെയ്താലും ഒരു കുഴപ്പമില്ല. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ. ഗ്രാജ്വലി നമ്മുടെ സ്കിൻ്റെ ടെക്സ്ചർ മാറുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നല്ല ഗ്ലോ വരുന്നതായിട്ട് കാണാം. അത് മാത്രമല്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, റിസൾട്ടും ഉണ്ട്. എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിനും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എന്നിട്ട് അറിയിക്കണം. അപ്പോൾ നമ്മുടെ ക്ലാസ് വേണമെന്നുള്ളവർ ഇനി ഒരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യുക. നമുക്ക് നേരിട്ട് കാണാം ഓൺലൈൻ വഴി. സോ കയറാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, വീഡിയോ റെക്കോർഡറും കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക്. അപ്പോൾ ഇതിൻ്റെയും കൂടെ റിസൾട്ട് എനിക്ക് അറിയണം. സോ എല്ലാവരും ചെയ്തിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. താങ്ക് യു.